ശ്രീമദ് ഭാഗവതം ക്ലാസ് 214. നമ്മളിന്ന് സ്കന്ധം 10 ഒന്നാമത്തെ ഭാഗത്തിൽ 12ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇത് അഘാസുരമോക്ഷമാണ്. വേറൊരു അസുരന് മോക്ഷം പ്രാപിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അസുരന്മാരെല്ലാം മോക്ഷം പ്രാപിക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും മോക്ഷം പ്രാപിക്കുന്നില്ല. ഇപ്പോൾ എത്ര തലകുത്തി നിന്ന് കഴിഞ്ഞാലും മോക്ഷം കിട്ടാൻ കുറേ പ്രായമാണ്. പക്ഷേ അസുരന്മാർക്ക് വേഗം മോക്ഷം പ്രാപിക്കും. കാരണം അവർ കുറേ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഉള്ള കാര്യമെല്ലാം വെട്ടി തുറന്നു പോയി അവർക്ക് അവരുടേതായ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നില്ല. മറ്റുള്ളവരെല്ലാം അവരെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നത്. എൻ്റെ ഇന്ന് സാധിപ്പിച്ചാലും എന്നാണ് ഇന്ന് അതിന് കൈക്കൂലിമാരി ഓരോന്ന് കൊടുക്കുകയും ചെയ്യും. എന്നാൽ മറ്റവരിങ്ങനെ കൈക്കൂലിയായിട്ടൊന്നും അങ്ങോട്ട് നടക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ നിലയിൽ കുറച്ചും കൂടി തുറന്ന മനസ്സ് അവർക്കാണ് മോക്ഷം കിട്ടുക. ഇതൊന്നും എന്താണ് പറയുന്നത് നോക്കാം. ശ്രീ സുഗൻ സേവ പറയുകയാണ്, ഒരിക്കൽ ശ്രീകൃഷ്ണൻ വനഭോജനത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് അതിന് രാവിലെ തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൊമ്പ് വിളിച്ചുകൊണ്ട്, ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് ചങ്ങാതിമാരെ എല്ലാം എഴുന്നേൽപ്പിച്ചിട്ട് പൈക്കിടാങ്ങളോടെല്ലാം കൂടിയിട്ട് പോയി, ഗോകുലത്തിലേക്ക് പോയി. 2 ഭഗവാനോട് താരങ്ങളുണ്ട് ആയിരക്കണക്കിന് സ്നേഹിതന്മാർ, ആയിരക്കണക്കിന് ആൾക്കാരായിട്ടാണ് പോയത്. എന്തെല്ലാം ഉണ്ട്, ഉറയും ഭക്ഷണമെല്ലാം ഇങ്ങനെ പൊതിഞ്ഞു വെട്ടിയിട്ട് വടി, കൊമ്പ്, കുഴൽ ഇതെല്ലാം എടുത്തുകൊണ്ട് ഓരോരുത്തരും ആയിരക്കണക്കിന് പശുക്കിടാങ്ങളെ കുട്ടികളെയെല്ലാം കൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ സന്തോഷത്തോടുകൂടി പ്രയാണം ചെയ്തു. 3 പറയുകയാണ്, അപ്പം കൃഷ്ണൻ എന്ത് ചെയ്തു, തങ്ങളുടെ കൃഷ്ണനെല്ലാം അവരുടെ പശുക്കുട്ടികളെയും എല്ലാം മറ്റുള്ളവരുടെയും കൂട്ടത്തിൽ കൂട്ടിയിട്ടാണ് ചേർന്നുകൊണ്ട് അവിടെ കളിച്ചു. ഇനി കളിക്കുന്ന എന്തെല്ലാം കളിയാണ്, ഇനി അവരെ പറ്റിയുള്ള വിവരണമാണ്. എന്തെല്ലാം തരത്തിലാണ് കളിച്ചതെന്ന്. അവർ കാക്കപ്പൊന്ന്, കുന്നിക്കുരു, പിന്നെ രത്നങ്ങൾ, സ്വർണം ഇതെല്ലാം സ്വയം അണിഞ്ഞിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അങ്ങനെയാണ് പോയതെങ്കിലും പിന്നെ കായ്കളും തളിറുകളും പൂക്കളും മയിൽപ്പീലിയെല്ലാം എടുത്തിട്ട് അവരുടെ ഭാഗം തന്നെ സ്വയം കുറേ അലങ്കരിച്ചു. ഇതൊന്നും പോരായിട്ട് മയിൽപ്പീലി അതും ഇതും ഇലയെല്ലാം വെച്ചിട്ട് അലങ്കരിച്ചിട്ടാണ് അവർ പോയത്. 5 പറയാണ്, തമ്മിൽ ഭക്ഷണപ്പൊതി എന്ത് ചെയ്യും, ഒരാളുടെ ഭക്ഷണപ്പൊതി എടുത്തിട്ട് മറ്റേ ഒളിപ്പിച്ചു വെക്കും, മറ്റുള്ളവരെ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് അയാൾ തപ്പി നടന്നിട്ട് എവിടെയും കണ്ടെത്താൻ പോകുമ്പോൾ അതെടുത്തിട്ട് വേറെ ആളെ കൈമിൽ എറിഞ്ഞു കൊടുക്കും. അവൻ്റെ അടുത്ത് പോയി എടുക്കാൻ പോകുമ്പോൾ അവിടെ പോയിട്ട് അവൻ വേറെ തന്നെ എറിഞ്ഞു കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊടുത്ത് അവസാനം അവൻ വല്ലാതെ, അതിൻ്റെ ഭക്ഷണപ്പൊതിൻ്റെ ഉടമസ്ഥൻ വല്ലാതെയാകുമ്പോൾ പിന്നെ ചിരിച്ചുകൊണ്ട് തിരികെ അവന് കൊടുക്കും. ഇതെല്ലാം കളി. പിന്നെ 4 കൃഷ്ണൻ വനത്തിൻ്റെ ശോഭ കാണുവാനായിട്ട് കുറേ ദൂരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കാണാതെയാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് ആദ്യം പോയിട്ട് അവനെ തൊടും. എന്താ പറയുക, ഞാനാണ് ആദ്യം കണ്ടെത്തിയതെന്നും പറഞ്ഞുള്ള ഒളിച്ചു കളിമാരിയുള്ള പരിപാടി. ചിലർ പുല്ലാങ്കുഴലൂതും. 7 പറയുകയാണ്, ചിലവരെ കൊമ്പ് ഓടക്കുഴലെല്ലാം വിളിക്കും. ചിലരെ വണ്ട് മൂടുന്ന അനുസരിച്ച് വണ്ടിൻ്റെ മാതിരി ശബ്ദത്തിൽ മൂടും. മറ്റു ചിലർ കുയിൽ കൂകുമ്പോൾ കുയിലിന് മാതിരി അതേമാതിരി കൂവും. 8 ചിലർ പക്ഷികൾ പറക്കുമ്പോൾ അതിൻ്റെ നിഴലുണ്ടാവില്ല, ആ നിഴലിൻ്റെ പിന്നാലെ പിടിക്കാൻ വേണ്ടി ഓടും. പക്ഷികളെ നിഴൽ താഴത്ത് വരുമ്പോൾ ആ നിഴലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടും. ചിലവരെ അരയണ്ണങ്ങളോടൊപ്പം അത് നടക്കുന്ന മാതിരി നടക്കും. ചിലർ കൊറ്റികളെപ്പോലെ അതുപോലെ തൂങ്ങിക്കൊണ്ട് നിൽക്കും.
മറ്റു ചിലർ മയിലിനോടൊപ്പം ചാഞ്ചാടും. പമ്പയിൽ പറയാണ്, ചിലർ കുരങ്ങൻ്റെ വാലും പിടിച്ചിട്ട് ഓടും. അതേസമയം കുരങ്ങൻ വാലും പിടിപ്പിച്ചിട്ട് മോള് മരത്തിൽ ചാടുമ്പോൾ ഇവർ മരത്തിൽ ചാടി കയറും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ കാണിക്കുന്ന അതേ ഗോഷ്ഠി ഇവരും കാണിക്കും. 10 പറയാണ്, ചിലർ തവളകളോടൊപ്പം ചാടി നടക്കും. പിന്നെ പുഴയിൽ അരുവിയിലെല്ലാം മുങ്ങും. നിഴലുകൾ നോക്കിയിട്ട് അതിനെ പരിഹസിക്കും. എന്നിട്ട് മാറ്റൊലി, ചിലയിടത്തുനിന്ന് കുന്നിൻ്റെ അടുത്തുനിന്ന് ശബ്ദം കൊണ്ട് മാറ്റൊലി ശബ്ദം കേൾക്കുമ്പോൾ അതിനോട് കയർത്തുകൊണ്ട് അങ്ങോട്ട് ശബ്ദിക്കും. ഇനി പാനൽ പറയാണ്, ജ്ഞാനികൾക്ക് ബ്രഹ്മാനന്ദ സ്വരൂപനും. അപ്പം ഈ കളിയെല്ലാം കളിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ജ്ഞാനികളായവരെ എന്താ ചിന്തിക്കുക? ആ സർവപ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരുന്ന ബ്രഹ്മാനന്ദ സ്വരൂപനായ സച്ചിദാനന്ദനെയായിരിക്കും അവർ കൃഷ്ണനെ ഈ ഒരു കുട്ടിയായിട്ടല്ല അവനെ കാണുക. കംസൻ ലോകത്തെ മുഴുവൻ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള രാജ്യത്തെ മുഴുവൻ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും തള്ളി നീക്കുമ്പോൾ അവിടെ പ്രകടമായ ഒരു ശക്തിവിശേഷത്തെ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിവിശേഷം ആദ്യം ഇവരുടെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ പ്രകടമാകും. പാവപ്പെട്ട കർഷകരായ അല്ലെങ്കിൽ ഗോക്കളമേയ്ക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഈ രൂപത്തിൽ പ്രകടമാകുന്നതായിട്ട് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ശക്തിവിശേഷമായിട്ട് ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടാണ് ജ്ഞാനികൾ കാണുക ഈ പറയുന്ന കഥയിൽ. എന്നാൽ ദാസഭാവത്തോടുകൂടി നിൽക്കുന്ന ഭക്തന്മാർക്ക് ഇഷ്ടദേവനായിട്ട് കാണും. മായയെ ആശ്രയിച്ച് മായയിലകപ്പെട്ട് ലൗകിക തൽപരതയിൽ കഴിയുന്ന ആൾക്കാർ, അതായത് നമ്മളെല്ലാം മനുഷ്യനായി ജനിച്ച ബാലനായിട്ടും കാണും. അപ്പം വേണ്ടുന്നവർക്ക് വേണ്ടുന്ന നേരത്തെ കാണാം. ഈ മായയിലകപ്പെട്ട നമ്മളെല്ലാം വേണ്ടിക്ക് അങ്ങനെ ഒരു കൃഷ്ണൻ അവിടെ ബാലനായിട്ട് ജനിക്കും, ഇതെല്ലാം കാട്ടുന്നുള്ള നിലയിൽ ചിന്തിച്ചോളൂ. അപ്പോൾ അവരവർക്ക് വേണ്ടുന്നവരെ ചിന്തിച്ചോളൂ. അങ്ങനെയെല്ലാം പ്രതിഭാസിക്കുന്നു എന്ന് പറയാണ്. അപ്പം ബുദ്ധിമാന്മാർക്ക് വിശ്വരൂപത്തിൽ അതിനെ ദർശിക്കാം. ആ വിശ്വരൂപത്തിലുള്ള ആ സംഗതി ഇവിടെ ഗോപന്മാരുടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിതം തള്ളി നീക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്ന, അവരെ രക്ഷിക്കാൻ വന്ന ഒരു ശക്തിവിശേഷം. ഈ ശക്തിവിശേഷമാണ് ദേശം മുഴുവൻ വ്യാപിച്ചിട്ട് അതിനെ തട്ടിമാറ്റാൻ പോകുന്നത്, ആ ഭരണത്തെ തച്ചടക്കാൻ പോകുന്നത്. ആ തരത്തിൽ കാണും. എന്നിട്ടോ നന്ദകുമാരനെ, ഈ കുട്ടിയെ മുൻ ജന്മത്തിൽ മഹാപുണ്യം ചെയ്ത ഗോപാല ബാലന്മാർ മുൻ പറഞ്ഞ വിവരം വിഹരിച്ചു. അതായത് മുൻജന്മത്തിൽ പാപം ചെയ്തത് പുണ്യം ചെയ്തത് കൊണ്ട് മഹാപുണ്യം, മുൻജന്മത്തിൽ മഹാപുണ്യം ചെയ്ത ഗോപാല ബാലന്മാർ. അപ്പം മുൻജന്മത്തിൽ നല്ല പുണ്യം ചെയ്തത് കൊണ്ടാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഇവന്മാർക്ക് കൃഷ്ണനോടൊത്ത് ഇതുമാതിരി എല്ലാം കളിക്കാൻ അവസരം കിട്ടിയത് എന്ന് പറയുകയാണ്. ഇതിൻ്റെ 12 പറയാണ്, അനേക ജന്മങ്ങളുടെ തമസ് അനുഷ്ഠാനങ്ങളുടെ അനേക ജന്മമെടുത്ത് തപസ്സനുഷ്ഠിച്ച് മനോനിയന്ത്രണം സാധിച്ച യോഗികൾക്ക് കൂടി യാതൊരുവൻ്റെ പരമപാദം പോകാൻ കഴിയുന്നില്ലയോ? നമ്മൾ സന്യാസത്തിലേക്ക് പോയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയാലും നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. അത് എത്രയോ ജന്മങ്ങൾ ഇങ്ങനെ സന്യസിച്ച് നടന്നാലേ സാക്ഷാത്കാരം കിട്ടും. കാരണം സന്യാസത്തിന് പോകാന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മമെല്ലാം തീരുമ്പോഴും നമുക്ക് വിരക്തി ഉണ്ടാവും. നമ്മൾ ഉടുതുണി അടക്കം വലിച്ച് കുടുംബത്തെയെല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യസിക്കാൻ പോകും. പക്ഷേ അടുത്ത ജന്മത്തിൽ കുറച്ച് ജോലി ബാക്കിയുണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. പിന്നെ അടുത്ത ജന്മം എടുത്ത് അവിടുത്തെ ജോലിയും തീർത്ത് പിന്നെ അത് പെട്ടെന്ന് തീരുമല്ലോ, പിന്നെ ഇതേമാതിരി സന്യസിക്കുകയാണ്. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ടും കിട്ടാത്തവർക്കാണ് ആ ശ്രീ ഭഗവാൻ
ഏതൊരുവർക്ക് ദൃഷ്ടി ഗോചരമായോ ആ ഗോപവാസികളുടെ പരമഭാവ്യം എങ്ങനെ വർണ്ണിക്കാനാണ്? അതെങ്ങനെയാണ് അവരുടെ ആ ഭാഗ്യം ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ഒന്നിച്ച് കളിക്കാൻ കിട്ടുക എന്നുള്ളത് എങ്ങനെ വർണ്ണിക്കാനാണ് എന്ന് ചോദിക്കുകയാണ്. ആ വർണ്ണന തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബുദ്ധിമാന്മാർ അതിനെ എങ്ങനെ കണ്ടുകൊള്ളണം? അല്ലാതെ മായയിലകപ്പെട്ടവർ കഥ വായിച്ചിട്ട് ഇങ്ങനെ കുട്ടിയായിട്ട് ജനിച്ചെന്നും ചിന്തിച്ചു കൊള്ളുക. എന്നിട്ട് 13 അമൃതപാനം ചെയ്ത ദേവന്മാർ പോലും, അമൃതം കുടിച്ച ദേവന്മാർ പോലും, ദേവന്മാർക്കല്ലേ അമൃതം കിട്ടി, അസുരന്മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ ഈ അസുരന്മാരാണ് ആ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാൻ പോകുന്നത്. ദേവന്മാർ അമൃതവും കുടിക്കും. എന്നിട്ടും ജന്മസാഫല്യം നേടുവാനായി ആഗ്രഹിച്ചിട്ട് യാതൊരു ബാലലീലകളാണോ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ലീലകൾ കാണാൻ ക്ഷമയില്ലാത്ത അഖനെന്ന അസുരൻ അവിടെ വന്നിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അഘാസുരൻ അവിടെ വന്നു. ആ സമയത്ത് അയാൾക്ക് ക്ഷമയൊന്നുമില്ല. ഇത് കണ്ടു കളിക്കാനും ഈ കളി കാണാനുള്ള താല്പര്യമൊന്നും ഇല്ല. ദേവന്മാരെല്ലാം മുകളിൽ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഇനി 14 ഈ അകാസുരനെ പറ്റി പറയുകയാണ്. കംസനാൽ നിയോഗിക്കപ്പെട്ട കംസൻ ഇതിനു മുമ്പിൽ 2 പേരെ വിട്ടിട്ടുണ്ട്, പൂതനെയും ഭഗനെയും. അവൻ്റെ ഇളയ സഹോദരനാണ് ഇവെന്നാണ് പറയുന്നത് അകാസുരൻ. അവൻ ദുർവൃത്തനായ അകാസുരൻ കൃഷ്ണാദികളെ കണ്ടിട്ട് ഇവരെ കണ്ടപ്പോൾ ഇവൻ തന്നെ എൻ്റെ സഹോദരിയെയും സഹോദരനെയും കൊന്നത്, അതിനാൽ ഇവർ 2 പേരെയും ഞാൻ തന്നെ കൊല്ലുന്നുണ്ട്. ഇത് പാഞ്ചൽ പറയാണ്, ഇവർ എപ്പോഴും എൻ്റെ മരിച്ചുപോയ പ്രിയ സഹോദരങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നുവോ അപ്പോൾ ഇവരങ്ങ് മരിച്ചങ്ങ് പോയാൽ ഗോകുലത്തിലുള്ള ജനങ്ങളും മൃതപ്രായരാകും. പിന്നെ ഗോകുലത്തിലെ ജനങ്ങളെല്ലാം മരിച്ച മരിയായി തീരും. ജീവൻ പോയാൽ ശരീരചിന്ത ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ജീവൻ പോയാൽ നമ്മളെ ശരീരത്തെ പോലെ ചിന്തിക്കുന്നില്ല. ജീവൻ ഉള്ളപ്പോഴാണ് നമ്മളെ ശരീരത്തെ മാത്രമല്ല ചിന്തിക്കുക, നമ്മളെ വേണ്ടപ്പെട്ട ശരീരത്തെയും ചിന്തിക്കും. ജീവൻ പോയാൽ നമ്മളെ ശരീരത്തെ പോലും ചിന്തിക്കൂല, പിന്നെ മറ്റുള്ളവരെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇവന്മാരുടെ ജീവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പ്രജ്ഞര, ആ ദേശവാസികൾ മുഴുവൻ. അത് പ്രത്യേകം ഓർത്തോണം. ദേശവാസികളെ മുഴുവൻ, ആ ദേശത്തെ മുഴുവൻ ദുഃഖത്തിലാൾക്കാരാണ് ഇപ്പം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനെപ്പറ്റി പറയാം. എൻ്റെ 16 ആ ദുഷ്ടൻ ഈ വിധം കരുതിയിട്ട് ഒരു യോജന നീളമുള്ളതും മാമല പോലെ പെരുത്തതുമായ ഗുഹയോടുകൂടി വായ പിളർന്നു. 1 യോജന നീളത്തിൽ വായിങ്ങനെ തുറന്നിരുന്നു. എന്തായിട്ട്? മാമല പോലെ പെരുത്ത ഒരു വായയായിട്ട് തുറന്നിരുന്നിട്ട് പെരുമ്പാമ്പിൻ്റെ രൂപത്തിലാണ് നിന്നത്. വിഴുങ്ങുവാനുള്ള മോഹത്തോടു കൂടി വഴിയിൽ പോയി നിന്നു. അവൻ്റെ കീച്ചുണ്ട്, പാമ്പിൻ്റെ കീച്ചുണ്ട് ഭൂമിയോട് ചേർന്ന് കിടക്കുകയാണ്. മേൽച്ചുണ്ടങ്ങ് മേഘത്തിൽ പോയി മുട്ടി നിൽക്കുകയാണ്. 2 വശത്തും 2 മലമാതിരി, അങ്ങനെയാണ് ഒരു ഗുഹമാതിരി ഉണ്ടായിരിക്കും. ഗുഹ പോയ തോന്നിയ വായയിലുള്ള പല്ലുകളെല്ലാം എന്താ കണ്ടു കഴിഞ്ഞാൽ പർവ്വതന്മാരിയുണ്ട്, പർവ്വത ശിഖരങ്ങൾ പോലെ അവിടെ. അന്തർഭാഗം ഭയങ്കര ഇരുട്ടാണ്. പിന്നെ നീണ്ട നാവ് വഴി പോലെ കിടക്കുകയാണ്, നടപ്പാതമാതിരി. കൊടുങ്കാറ്റിനൊത്ത ശ്വാസമുണ്ട്, കണ്ണിൽ നല്ല തീ വരുന്ന മാതിരിയുണ്ട്. ഇങ്ങനെയാണ് അവിടെ കിടന്നത്.
അപ്പം എന്താ ലക്ഷ്യം? ഇവരെല്ലാം ഒന്നിച്ച് വിഴുങ്ങണം. അപ്പം ആദ്യം ദുഷ്ടനായ ഭരണാധികാരി ഇരിക്കുമ്പോൾ ജനങ്ങൾ കഷ്ടപ്പെടും. ദാരിദ്ര്യവും കഷ്ടപ്പാടും. ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന സംശയമുള്ള ഭയമുള്ളവരെയെല്ലാം പിടിച്ചിട്ട്, ചിന്തകരെയെല്ലാം പിടിച്ചിട്ട് ജയിലിലിടും. പ്രതികരിക്കാൻ ശേഷിയുള്ളവരെയെല്ലാം പിടിച്ചിട്ട് ജയിലിലിടും. കള്ളക്കേസ് കൊടുത്തിട്ട് ജയിലിലിടും. അങ്ങനെയുള്ള സ്ഥലത്താണ് ആദ്യം അതിൻ്റെ കാലമാകുന്ന ശക്തി ശ്രീഹരി ഉദയം ചെയ്യുന്നത്. അങ്ങനെ കഷ്ടപ്പെടുന്നിടത്തു നിന്നാണ് ആ വിത്ത് മുളക്കുന്നത്. അപ്പോൾ കംസൻ ആദ്യം തന്നെ അതിനെ കൊല്ലാൻ നോക്കും. കംസൻ തന്നെ വന്നിട്ട് കൊല്ലാൻ നോക്കും. ആദ്യം എവിടെയാണോ ഒരു പ്രതിഷേധം വരുന്നത് അതിനെ എല്ലാവരും കൂടി അടിച്ച് ആ ഭരണവർഗം അടിച്ച് ഇല്ലാതെയാക്കും. പിന്നെ അത് വേറെ വേറെ എടുത്ത് വരാൻ തുടങ്ങുമ്പോഴാണ് കുട്ടികളെയെല്ലാം കൊന്നെടുക്കുക. അതായത് എവിടെയെല്ലാം ഇങ്ങനെ മുള പൊട്ടുന്നു അതിനെയെല്ലാം കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് ആരെ വിട്ടത്? പൂതനേനെ വിട്ടത്. അത് കയറി ചെല്ലുന്നത് ചിലപ്പോൾ നല്ല വേഷമെല്ലാം ധരിച്ച് അവരുടെ ആളായി ചെന്നുകൊണ്ട് പാല് കൊടുത്ത് വിഷം കൊടുത്തിട്ടെല്ലാവർക്കും കൊല്ലാൻ ശ്രമിക്കുക. അത് ഫെയിലറായിപ്പോയാണ് പിന്നെ തൂത്തുവാരി കളയാൻ നോക്കുക. കാറ്റടിച്ചിട്ട് ആകാശത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടിടുന്ന മാതിരി. അതും പറ്റാത്തപ്പോഴാണ് പിന്നെന്തായ അവിടെ ഇടയിൽ തന്നെ ഒരു പശുക്കുട്ടീനെ കൊണ്ടുപോകുമ്പോൾ ആ പശുക്കുട്ടീൻ്റെ ഇടയ്ക്ക് ഒരു പശുക്കുട്ടി മാതിരി കയറി വരും. അതായത് അവരുടെ ഇടയ്ക്ക് തന്നെ സൂത്രത്തിൽ ആ വേഷവും ധരിച്ച് അവരുടെ ആളായി വന്നുകൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കും. അതിനാണ് കാല് പിടിക്ക് വലിച്ച് എറിഞ്ഞത്. അതും ഫെയിലറായി. ഇത്രയും കഷ്ടപ്പാടുണ്ടാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? മോഷണം നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് മോഷണം ഉണ്ടായാൽ അത് അവിടെ നിന്ന് അപ്രത്യക്ഷപ്പെട്ടിട്ട് വേറൊരു വൃത്തിയിൽ മോഷണമായി വരും. അങ്ങനെ നാട് നശിക്കുമ്പോഴാണ് കാലം മോഷണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നും പറഞ്ഞു വെച്ചു. പിന്നെ ഇങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ കണ്ടപ്പം പിന്നെ നാട്ടുകാർ പിന്നെ അവിടെ നിന്ന് സ്ഥലം വിടാൻ തുടങ്ങും. കുറേയെല്ലാം അവിടെ നിന്ന് തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോഴേക്കും ഈ കുട്ടി, ഈ കാലമാകുന്ന ആ ശക്തി വലുതായി വലുതായി വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു കൊക്കിൻ്റെ രൂപത്തിൽ വന്ന് അവനെ അങ്ങ് വിഴുങ്ങാൻ നോക്കിയത്. അവനെ വിഴുങ്ങി കളയാൻ നോക്കി. അതും രക്ഷപ്പെട്ടില്ല. അതുകൊണ്ടൊന്നും രക്ഷപ്പെടുന്നില്ല. പിന്നെയാണ് ഇപ്പോൾ വലിയൊരു സർപ്പമായിട്ട് ദേശവാസികളെ മുഴുവൻ കാരണം വ്യക്തിയിൽ നിന്ന് അതങ്ങ് പോയി. അത് ദേശം മുഴുവൻ വ്യാപിച്ചു. എന്നാൽ പിന്നെ ദേശവാസികളെ മുഴുവൻ അങ്ങ് വിഴുങ്ങാനുള്ള പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യും. ആ അവസ്ഥയിലേക്ക് എത്തി. അതാണിപ്പം ദേശവാസികളെ എല്ലാത്തിനെയും അങ്ങ് വിഴുങ്ങിക്കളയാം, എന്നാൽ ദേശം തന്നെ അങ്ങ് കത്തിച്ച് കളയാം. ഈ അവസ്ഥയിലേക്ക് വരും ഇങ്ങനെ വളർന്നു വളർന്നു വരുമ്പോൾ. അങ്ങനെയാണ് ഈ പെരുമ്പാമ്പായിട്ട് നിന്നത് വഴിയിൽ. അപ്പം 1819 ഇത് കണ്ട് ഗോപബാലന്മാർ വൃന്ദാവനത്തിൻ്റെ നല്ല ഭംഗിയാണെന്ന്, കാരണം വലിയൊരു രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ആകാശം പോലെ. ഇത് പാമ്പാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ആ രൂപം നോക്കിയിട്ട് അവർ പറഞ്ഞു, നമ്മയെല്ലാം വിഴുങ്ങാൻ കിടക്കുന്ന ഒരു പെരുമ്പാമ്പിനെ പോലെ തോന്നുന്നുവല്ലോ. ഇതിനെ കണ്ടിട്ട് ഒരു വലിയ പെരുമ്പാമ്പ് മാതിരിയുണ്ടല്ലോ. 20 പറയാണ്, വാസ്തവം തന്നെ, ശരി തന്നെയാണ്. എല്ലാവരും പറഞ്ഞു ശരി തന്നെയാണ്, പാമ്പിനെ പോലെ തന്നെയുണ്ട്. സൂര്യകിരണങ്ങൾ മേഘങ്ങളിൽ തട്ടിയിട്ട് നിറങ്ങളിങ്ങനെ ചാലിക്കുന്ന പോലെയുണ്ട് അതിൻ്റെ മേൽച്ചൂണ്ട്. അത് ഭൂമിയിലെ ജലത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത മാതിരി ഉണ്ട് അതിൻ്റെ കീഴ്ചുണ്ട്. പിന്നെ ഇടംപഴം 2 പർവ്വതങ്ങളെ പോലെയുണ്ട് ആ വായ ഗുഹയായി തീർന്നത്. അതിൻ്റെ അകത്തുള്ള തേറ്റ പല്ല് മാരിയുണ്ട് ആ പർവ്വതങ്ങൾ. അതിനെല്ലാം പർവ്വതം മാരിയാണ് അവർക്ക് തോന്നിയത്, കാരണം വലിയ ഭംഗിയിൽ ഉണ്ട്. പിന്നെയോ കാട്ടുതീ ചൂട് പിടിച്ചാൽ, കാട്ടുതീ കൊണ്ട് ചൂട് പിടിച്ചിട്ട് കാറ്റടിക്കുന്ന പോലെയുള്ള ശബ്ദമാണ് അതിൽ നിന്ന് ശീൽക്കാരം വരുന്നത്. പാമ്പിൻ്റെ ശീൽക്കാരാണ്.
എന്നിട്ട് ആ കാട്ടുതീയിൽ വെന്ത ജീവികളുടെ മണംമാരി കൊണ്ട് ഇതിനകത്തുനിന്ന് വരുന്നു വായനാറ്റം. ഈ തരത്തിലാണ് ഈ നടപ്പാത, നല്ല ഭംഗിയായിട്ടുണ്ടാക്കിയ നടപ്പാത പാമ്പിൻ്റെ നാവ് പോലെ ഇരിക്കുന്നു എന്നെല്ലാം അവർ പറഞ്ഞു. എന്നിട്ട് ഇതിലകപ്പെട്ട നമ്മെ ഈ ജന്തു വിഴുങ്ങുമോ എന്തോ, എന്നിട്ട് അകത്ത് കയറിയിട്ട് തമാശക്ക് അയ്യോ ഇനി ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ വിഴുങ്ങിക്കളയോ എന്നവർ ചോദിക്കുകയാണ്. അങ്ങനെ വന്നാൽ ആ പിന്നാലെയുള്ള ആ കൊച്ചിയെ കൊന്ന അതേപോലെ ആ കൃഷ്ണൻ എന്ത് ചെയ്യും? അതിനെ നശിപ്പിച്ചുകൊള്ളും. പേടിക്കാനൊന്നുമില്ല, അദ്ദേഹം ഉണ്ടല്ലോ പുറത്ത്, അദ്ദേഹം നശിപ്പിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നേരെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കൈകൊട്ടിക്കൊണ്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങ് കയറിയിട്ട് പോയി വയറ്റിലേക്ക്. എന്നിട്ട് 25 പറയാണ്, അതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ ഈ വിധം വാസ്തവത്തിൽ അതൊരു പാമ്പ് തന്നെയാണ്, എന്നിട്ട് അവാസ്തവമായി കാണുന്നുവല്ലോ. അതിനെ അവാസ്തവമായിട്ട് കണ്ടിട്ടാണ് കയറി പോയത്. കഥയിലാണ് ഇതെല്ലാം. കാര്യം എന്താണെന്ന് പറഞ്ഞല്ലോ, ലോകത്തെ മുഴുവൻ വിഴുക്കാനുള്ള വഴികൾ അവർ കണ്ട് ബോംബിടിയോ എന്തോ ചെയ്തേക്കും, ഒന്നും പറയാൻ പറ്റില്ല. അത്രയും വലിയ അവരെ മുഴുവൻ ഇല്ലാതാക്കാൻ പിന്നെ ശ്രമിക്കുക. ആദ്യം ഒരു കുട്ടി രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടാണെങ്കിൽ പിന്നെ ദേശം മുഴുവൻ തലവേദനയായി തീരും. ഇതാണ് ഇതിൻ്റെ ആശയം എന്നാലോചിച്ച് എല്ലാം ഇങ്ങനെ. കാരണം യഥാർത്ഥത്തിൽ അത് ശരിയായ പാമ്പ് തന്നെയാണ്. യുവന്മാർക്ക് ഇതിനെയാണ് വാസ്തവമായതിനെയാണ് അവാസ്തവമായി ചിന്തിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നത് എന്നാലോചിച്ച് എല്ലാ ജീവികളുടെയും ഹൃദയാന്തർഭാവത്ത് വസിക്കുന്ന കൃഷ്ണൻ, ഈ കൃഷ്ണൻ എവിടെയാണുള്ളത്? ഇവിടെയല്ല ഉള്ളത്. ഇവിടെ ഒരു കുട്ടിയായി കാണിച്ചെങ്കിലും ഈ എല്ലാ ജീവജാലങ്ങളുടെയും അകത്തിരിക്കുന്ന ആരാണ്? ഈ കൃഷ്ണൻ തന്നെയാണ്. ആ രാക്ഷസനാണെന്നറിഞ്ഞിട്ട് അതിനെ തടയുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ നമുക്ക് എന്നാൽ അവരോട് പറയണം ഇത് ശരിയായ പാമ്പാണ് എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അപ്പോഴേക്കും 26 ആ ഗോപബാലന്മാരെല്ലാം പശുക്കളോടൊത്ത് അവൻ്റെ വയറ്റിൽ പ്രവേശിച്ചിരുന്നു. ഇവൻ ചിന്തിക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് അകത്ത് കയറി. എന്നാൽ കൃഷ്ണനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇവരെല്ലാം കയറിയിട്ട് പാമ്പ് വായു കൂട്ടിയില്ല. കാരണം പ്രതീക്ഷിക്കുന്ന ആരെയാണ്? കൃഷ്ണനെയാണ്. പിന്നെ കൃഷ്ണനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന അസുരൻ കൃഷ്ണൻ പ്രവേശിക്കുന്നത് വരെ അവരെ വിഴുങ്ങിയില്ല. എന്നിട്ട് 27 പറയുന്ന, എല്ലാവർക്കും അഭയം നൽകുന്നവനും താനല്ലാതെ വേറെ രക്ഷകനില്ലാത്തതുമായ തൻ്റെ കയ്യിൽ നിന്നും ഇവർ വിട്ടുപോയല്ലോ. താനാണ് ഇവർക്കെല്ലാം രക്ഷയേൽക്കേണ്ട ആ ശക്തി, പക്ഷെ എൻ്റെ കയ്യിൽ നിന്നും ഇത് വിട്ടുപോയി. ദൈന്യത കലർന്നവരും അന്തകന്റെ ജഡരാഗ്നിക്കിരയായവരും ആയ അവരെ കണ്ട് കൃപയാൽ ദേവേച്ഛയുടെ പ്രവർത്തനത്തിൽ സംഭവിച്ച ഈ കാര്യം കൃഷ്ണനെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം ചിന്തിച്ചു, ഈശ്വരൻ്റെ നിശ്ചയമാണിത്, ഇത് അതിൻ്റെ അകത്ത് വയറ്റ് കയറി പോകേണ്ടത്, എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം കൃഷ്ണന് പോലും എന്താണോ ആ ശ്രീഹരി തീരുമാനിച്ചത് അതേ നടക്കുകയുള്ളൂ. ഈശ്വരന്മാരെ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കാൻ പോലെ ഇത് വയറ്റ് കയറണം എന്നുള്ള യോഗമുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ രക്ഷിപ്പിക്കാനുള്ളതാണെങ്കിൽ ചെയ്യുന്ന കാര്യമാണ് ഇനി പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ പോലും അന്തവിട്ടുപോയി. അയ്യോ എന്നെക്കൊണ്ട് ആ നിലയെ തടയിക്കാൻ പറ്റിയില്ലല്ലോ, പറയുന്നതിനെക്കാട്ടി മുമ്പിൽ സംഗതി അങ്ങകത്ത് പോയി. ഈശ്വരൻ്റെ നിശ്ചയം. എൻ്റെ കൃഷ്ണൻ പിന്നെ സ്വയം ചിന്തിച്ചു, ഇവിടെ ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ ദുഷ്ടൻ്റെ ജീവിതവും ഭക്തരുടെ ഭരണവും സംഭവിക്കരുത്. അതായത് ദുഷ്ടൻ ജീവിക്കരുത്, ഭക്തർ മരിക്കുകയും ചെയ്യരുത്. എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ചു. അതിനുള്ള ഉപായത്തെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ ഇവരെ രക്ഷിക്കാൻ പറ്റും? ഇനി ചെയ്യാണ്ടത് അത് ഈശ്വര നിശ്ചയപ്രകാരമാണെങ്കിൽ രക്ഷപ്പെടും.
അപ്പോൾ 29 എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ട് അദ്ദേഹം നേരെ അതിൻ്റെ വായിലേക്ക് പ്രവേശിച്ചു. ആര്? കൃഷ്ണന് വായിൽ പ്രവേശിച്ചു. അപ്പോൾ 29 ദേവന്മാർ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. കാരണം മേഘം പോലെ മേഘത്തിൻ്റെ അടുത്ത് വായ കിടക്കുകയല്ലേ, അവിടെയല്ല ദേവന്മാർ കിടക്കുന്നത്. ദേവന്മാരെന്ത് ചെയ്തിരിക്കുകയെന്നല്ല, ഭയത്താൽ പേടിച്ചിട്ട് മേഘങ്ങളിൽ മറിഞ്ഞ് ഇരിക്കുകയായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് കൃഷ്ണനും അകത്ത് കയറുന്ന കണ്ടപ്പോൾ അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചു. എന്നാൽ കംസനും അഘോരൻ്റെ ബന്ധുക്കളും അഘാസുരൻ്റെ ബന്ധുക്കളുമായ ആൾക്കാരെല്ലാം ഇത് കണ്ടിട്ട് അവിടുന്ന് സന്തോഷിക്കുകയും ചെയ്തു. ഇനി 30 ദേവതകളുടെ ആർത്തനാദം കേട്ട കൃഷ്ണൻ ഗോപാലകരോടും പശുക്കളോടും പിന്നെ തന്നെയും പൊടി പോലെയാക്കി ദയിപ്പിക്കാൻ ശ്രമിച്ച ആ സർപ്പത്തിൻ്റെ വായിൽ അത് സ്വയം അങ്ങ് വലുതാകാൻ തുടങ്ങി. എങ്ങനെയാണ് വലുതാവുക? ഈശ്വരൻ എന്താണുള്ളത്? അതിന് അളവില്ല. ചെറുതിൽ ചെറുതും വലുതിൽ വലുതും എന്തുവാകാം, ഇഷ്ടംമാരിയാകാം. അതുകൊണ്ട് ഇതിനെ എന്തായിട്ട് കാണണം? ഈശ്വരൻ എന്ന് പറയുന്നത് അതിന് പരിധിയില്ല, അത് എന്ത് ചെയ്യാൻ കഴിവുള്ളവനാണ്. അതാണ് അതിൻ്റെ അവിടുത്തെ ആശയം. അങ്ങനെ വായിൽ വലുതാൻ തുടങ്ങിയപ്പോൾ അവന് ശ്വാസനാളം അടഞ്ഞുപോയി. അവൻ്റെ ശ്വാസം കഴിക്കുന്ന നാളം ദ്വാരം അടഞ്ഞുപോയി. കണ്ണു തുറിച്ച് ശരീരമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം വിടുമ്പോൾ അറിയാലോ, ശ്വാസം മുട്ടിയാൽ അങ്ങോട്ടേക്ക് പിടക്കാൻ തുടങ്ങി. അവസാനം വായു വീർത്തു വന്നിട്ട് വായയിലുള്ള ആ വായു എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ആ പാമ്പിൻ്റെ ശിരസ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ അത് ചത്തു എന്നാണ് പറയുന്നത്. പ്രാണൻ മുകളിലേക്ക് പുറത്തു പോയ ശേഷം മൂർച്ഛിച്ചു പോയ ഗോപകുമാർ, അപ്പോഴേക്കും ഈ ഗോപാലന്മാരെല്ലാം മൂർച്ഛിച്ചു പോയിരുന്നു. പശുക്കുട്ടികളെല്ലാം ബോധകെട്ട് അവസ്ഥയിലായിപ്പോയിരുന്നു. ആ കൃഷ്ണൻ്റെ കൃപയാൽ എന്ത് ചെയ്തു? അവരെയെല്ലാം എഴുന്നേൽപ്പിച്ചിട്ട്, കൃഷ്ണൻ്റെ കൃപ, കൃഷ്ണൻ വിചാരിച്ചാൽ നടക്കുമല്ലോ, എഴുന്നേൽപ്പിച്ചിട്ട് എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ അവസരത്തിൽ ആ പെരുമ്പാമ്പിൻ്റെ ഉടലിൽ നിന്നും ശരീരത്തിൽ നിന്നും അതിഭയങ്കരമായ ഒരു തേജസ് പുറത്തേക്ക് വന്നു. വലിയൊരു തേജസ്. അത് ഉജ്ജ്വലിച്ചുകൊണ്ട് മഹാരൂപത്തോടുകൂടി ഉജ്ജ്വലിച്ചുകൊണ്ട് പുറത്തു വന്നു നിന്നിട്ട് ഭഗവാൻ പുറത്തു വരുന്നത് നോക്കി നിന്നു. ആര്? ഈ അകാസുരൻ എന്ന അസുരൻ്റെ ആത്മാവ് പുറത്തേക്ക് ഭയങ്കര ജ്യോതിസായിട്ട് വന്നിട്ട് ഈ കൃഷ്ണൻ പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കയറി. അതായത് ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചു, സായുജ്യം ലഭിച്ചു. ആർക്ക്? അസുരന്മാർക്ക്. ദേവന്മാരെല്ലാം അവിടെ വായു പൊളിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ അസുരന്മാർക്കാണ്. കാരണം എന്തുകൊണ്ട്? കൃഷ്ണനെ തൊട്ടതാണ്. കൃഷ്ണനെ തൊട്ട് കഴിഞ്ഞാൽ സായുജ്യമാണ്. അത് പിന്നെ കള്ളനായാലും വേണ്ടിയില്ല, പിടിച്ചുപറിക്കാരനായാലും വേണ്ടിയില്ല, കമ്മ്യൂണിസ്റ്റ് ആയാലും വേണ്ടിയില്ല, യുക്തിവാദി ആയാലും വേണ്ടിയില്ല, ഒന്നും വേണ്ടിയില്ല. അവർക്ക് പെട്ടെന്ന് സാവമോക്ഷം കിട്ടും. ഈ ഭക്തിയുള്ളവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇവർക്ക് അവരുടെ കാര്യ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നത്. എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ, എനിക്ക് കുറേ പണം ഉണ്ടാക്കി തന്നെ, എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കണേ, മോക്ക് കുട്ടികളുണ്ടാക്കി തന്നെ, ഇതെല്ലാം ഇവരുടെ ഇവരെ കൊണ്ട് ഇവർ ആവശ്യപ്പെട്ടിട്ട് ആ ഈശ്വരൻ അവിടെ ഇവരെ ഒളിച്ച് നടക്കുകയാണ്. ഇവരടുത്തേ പോവില്ല. കാരണം ഓരോ ആവശ്യങ്ങളും വെച്ച് എന്താവശ്യം പറയുക? ഒരാൾ കൃഷ്ണനോട് ഈ ഈശ്വരനോട് പറയും, അവനെ ഒന്ന് ശരിയാക്കി തരണേന്ന്. അവൻ വിളിച്ചിട്ട് പറയും ഇവരെ ശരിയാക്കുന്നില്ല. ഇത് ആരെയെ ശരിയാക്കുക? ആകെ ധർമ്മസങ്കടത്തിലാണ് ഈശ്വരൻ. കാരണം ഒരാൾ പോയിട്ട് മറ്റവനെ തട്ടാൻ പറയും, മറ്റവൻ വന്നിട്ട് പറയും ഇവരെ തട്ടണം. ഇത് ഏതിനെ തട്ടും? രണ്ടും ഭക്തരാണ്, ഭയങ്കര ഭക്തരാണ്. അതുകൊണ്ട് ഈ ഭക്തരെ കാണുമ്പോൾ ഇപ്പോൾ ഈശ്വരന്മാർ
ഇപ്പോഴത്തെ ഭക്തന്മാർ ഈശ്വരന്മാരെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന പാർട്ടികളാണ്. ഈ തകിടെല്ലാം കാവിൽ നിന്നിട്ട് രാമരാമെന്നും പറഞ്ഞുകൊണ്ടാണ് അടിച്ച് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഭാഗവതം പറയുമ്പോൾ ഈ അസുരന്മാർക്ക് പെട്ടെന്ന്, കാരണം അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈശ്വരനൊന്നും ഒന്നും വേണ്ട. അവരെടുത്ത് പോയാലും നിനക്കെന്താ വേണം, നിങ്ങളെ സാധനമൊന്നും എനിക്ക് വേണ്ട എന്നേ പറയുള്ളൂ. ആര്? യുക്തിവാദികളെയല്ല. എനിക്ക് നിങ്ങളെ വിശ്വാസമൊന്നുമില്ല, നിങ്ങളെ സാധനവും വേണ്ട, ഒരു ചുറ്റും വേണ്ട, എന്ത് സുഖ. അപ്പോൾ അവരടുത്ത് പോയിന്നാലും ഒരു ശല്യമില്ല. പക്ഷെ ഭക്തരടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ആവശ്യങ്ങളാ, പരസ്പര വിരുദ്ധമായ എന്തെല്ലാം ആവശ്യങ്ങൾ. അപ്പം ആത്മീയത ആദ്യം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക. ആഗ്രഹം വെച്ചുകൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് പോകരുത്. നടക്കില്ല, കിട്ടില്ല. എങ്ങനെയാ സാധിപ്പിക്കുക? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പോയിട്ട് പറയണം മറ്റവനെ തട്ടണം, ഞാൻ ഭയങ്കര ഭക്തനാണ്. മറ്റവൻ എന്താ പറയുന്നത്, എന്നെ തട്ടണമെന്ന്. അതും ഭയങ്കര ഭക്തനാണ്. ആരെയാ തട്ടുക? ഇതല്ലേ നമ്മുടെ ഡിമാൻഡ്. 10 പേര് ജോലിക്ക് പോവുക, 10 പേരും ഒരാൾ കൃഷ്ണൻ്റെ അടുത്ത് പോവും, മറ്റേത് വിഷ്ണുവിൻ്റെ അടുത്ത് പോവും, മറ്റേ ഭദ്രകാളീൻ്റെ അടുത്ത് പോവും, മറ്റേ എന്നിട്ട് പറയും എനിക്ക് ഈ ജോലി ഉണ്ടാക്കി തന്നെ ആകെ ഒരു വേക്കൻസിയേ ഉള്ളൂ. ഈ ദൈവങ്ങളെല്ലാം കൂടിയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? അപ്പം യഥാർത്ഥത്തിൽ ഭക്തരെ അടുത്ത് ഈശ്വരന്മാർ ഭയക്കുകയാണ് ഇന്ന് വരാൻ. കാരണം എല്ലാം ഒരു വേക്കൻസി ഉണ്ട്, അതാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? ജോലി കിട്ടലല്ലേ കാര്യം. ഇങ്ങനെ നടക്കും. അപ്പം നമ്മൾ കുറച്ചൊന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ ഭാഗവതം ശരിക്കും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകാം. ഈ ഈശ്വരൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാത്തവരാണ് വിശ്വാസികൾ. ചോദിക്കുന്നവരാണ്. ഒരു വിശ്വാസം ഇല്ലാത്തവർ ചോദിക്കില്ല. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചോദിക്കുക? അവരടുത്താണ് ഈശ്വരന് കുറച്ചും കൂടി ഒരു, കാരണം ബാക്കി എല്ലാവരും ഞാൻ എൻ്റേത് എനിക്ക് എന്ന ഒരു ചിന്തയും കൊണ്ട് നടക്കുന്നവരാണ്. അതെല്ലാം ആത്മീയത. ഈശ്വരൻ പറയുന്നു നിസ്വാർത്ഥമായി എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. നിങ്ങളെല്ലാ കർമ്മവും എനിക്കെന്നതാ. നിങ്ങളെ ബുദ്ധിയും ശരീരവും എല്ലാം ഞാൻ നിങ്ങളെല്ലാം സൃഷ്ടിച്ച ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാനാണ്. ആ ലോകത്തിലേക്ക് നിങ്ങളെ സംഭാവന, നിങ്ങളൊന്നും ആഗ്രഹിക്കാതെ എല്ലാം എനിക്ക് വേണ്ടിത്താ. അതാണ് അർജുനനോട് പറഞ്ഞത്, നിങ്ങൾ പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ നീ എല്ലാം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പം ആഗ്രഹം വെടിക്കുകയാണ് ഒന്നാമത് വേണ്ടത്. ആഗ്രഹം വെടിഞ്ഞവര് യുക്തിവാദികളും മറ്റും തന്നെയാണ്. അവരെ കൂടെ തന്നെയാണ് ഈശ്വരനുള്ളത്. അവർ സ്പർശിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. ഇത് കിട്ടില്ല. അതിനെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാ ദേവന്മാരും കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ തേജസ്, അസുരന്റെ തേജസ്. അങ്ങനെ തന്നെയാണ് കൃതി ചെയ്യുന്നത്. ആകാശത്തിൽ നിന്ന ശേഷം കൃഷ്ണൻ പുറത്തു വന്നപ്പോൾ എല്ലാ ദേവന്മാരും കാണത്തക്കവണ്ണമാണ് ഇത് ആ തിരുമാറിൽ ചെന്ന് ചേർന്നത്. ദേവന്മാരെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കിയാണ്. എന്നിട്ടോ അനന്തരം കൃഷ്ണൻ രക്ഷപ്പെട്ടുകൊണ്ട് ദേവന്മാരെല്ലാം സന്തുഷ്ടരായി പുഷ്പവർത്തി നടത്തി. അവർക്ക് ഇതെല്ലാം ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്സരസ്സുകൾ നൃത്തം ചെയ്തു, ഗന്ധർവന്മാർ പാട്ടുപാടി, വിദ്യാധരന്മാർ വാദ്യങ്ങൾ മുടക്കി, ഋഷികൾ സ്തോത്രങ്ങൾ ചൊല്ലി, എന്നിട്ട് എല്ലാവരും സമാരാധന ചെയ്തു. എന്നിട്ട് 35 പറയുകയാണ്, അവരുടെ അത്ഭുത സ്തോത്രങ്ങൾ, വാദ്യങ്ങൾ, ഗീതങ്ങൾ, ജയധ്വനികൾ എന്നീ കോലാഹലങ്ങളെല്ലാം അങ്ങനെ മുഖരിതമായിട്ട് കേട്ടപ്പോൾ ഈ ശബ്ദങ്ങളെല്ലാം എവിടെയെത്തി? സത്യലോകത്തിലേക്ക് എത്തി. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ബ്രഹ്മാവിന് എന്താണ് ഇത്രയും വലിയ ബഹളം എന്ന് വെച്ച് ഓടിപ്പാഞ്ഞിട്ട് എവിടെയെത്തി? ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആര്? ബ്രഹ്മാവ്. അത്ഭുതകരമായ പെരുമാമിൽ നിന്നും ഉണ്ടായ
ഉണ്ടായ ആ തോലുണ്ടല്ലോ, ആ പെരുമ്പാമ്പിൻ്റെ തോല്, അത് ഉണങ്ങിയിട്ട് കുറേ കാലം ഗോപന്മാർക്ക് കളിപ്പാട്ടം മാതിരി കളിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഗുഹയായിട്ട് അവിടെ കിടന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. 37 മൃത്യുവിൽ നിന്നും തൻ്റെ ആളുകളെ രക്ഷിച്ചതും സർപ്പരൂപയായ അഘാസുരന് മോക്ഷം കൊടുത്തതും ആയ ശ്രീകൃഷ്ണൻ്റെ 5 വയസ്സിലെ ഈ പ്രവൃത്തികളെയെല്ലാം ഗോപാലന്മാർ അവരുടെ ദേശങ്ങളിൽ പോയി പറഞ്ഞുകൊണ്ട് അവിടെയുള്ളവരോടെല്ലാം ഇത് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. 6 വയസ്സുകാരനായ അദ്ദേഹം ഇങ്ങനെയെല്ലാം ചെയ്തു എന്ന് അവരവരുടെ നാട്ടിൽ കയറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. അവരെല്ലാം അത്ഭുത സ്തബ്ധരായി എന്നാണ് പറയുന്നത്. 38 മനുഷ്യ ബാലരൂപം മായയാൽ ധരിച്ചവനും ബ്രഹ്മാദികളടക്കം സ്ഥാവര ജംഗമങ്ങളെയെല്ലാം സൃഷ്ടിച്ചവനുമായ ഭഗവാന്റെ, അപ്പം ഈ ഭഗവാൻ ആരാണ്? മനുഷ്യ ബാലരൂപം ധരിച്ച മായയാൽ ധരിച്ചവനും ബ്രഹ്മാദികളെപ്പോലെ ബ്രഹ്മാദികളടക്കം എല്ലാവരെയും സൃഷ്ടിച്ചവനുമായ ഭഗവാന്റെ സ്പർശനത്താൽ, അങ്ങനെയുള്ള ഭഗവാനെ സ്പർശിച്ചത് കൊണ്ടാണ് അഘാസുരൻ്റെ എന്ത് പറ്റി? പാപങ്ങളെല്ലാം അകന്നു പോലും. അങ്ങനെ ആ അസത്തുക്കൾക്ക് ദുർലഭമായ ഭഗവാൻ സായുജ്യം നൽകി. അതെല്ലാം അസത്തുക്കളാണ്, എന്നിട്ടും അവർക്ക് പോലും എന്ത് പറ്റി? സായുജ്യം, ആ സ്പർശനം കൊണ്ട് സായുജ്യം നൽകി. 39 യാതൊരു ഭഗവാന്റെ രൂപത്തെയാണോ മനസ്സിൽ ധ്യാനിച്ചത്, എല്ലാവരും ആ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കും. ഒരിക്കൽ മാത്രം ഹൃദയാന്തർഭാഗത്ത്, എല്ലാവരുടെ ഹൃദയാന്തർഭാഗത്തിലും ആ ഈശ്വരൻ ഒരിക്കൽ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ടോ ആ ഭഗവാന്റെ ഉള്ളിൽ, അങ്ങനെയുള്ള ഭഗവാൻ ഈ അസുരന്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. വായിലൂട്ട് അസുരന്റെ ഉള്ളിൽ കയറിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് മോക്ഷം കിട്ടുന്ന കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും ഹൃദയാന്തർഭാഗത്താണ്. ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് അസുരൻ കയറി തൊടുക മാത്രമല്ല തൊടുകയല്ല ഈ കൃഷ്ണൻ തന്നെ നേരെ അങ്ങേരെ വയറ്റിൻ്റെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയിരിക്കുക, വയറ്റിലകത്തേക്ക് കയറിപ്പോയിരിക്കുക. അങ്ങനെ കയറിയ ഒരു കൃഷ്ണൻ കയറിയ അവസ്ഥയിൽ ബ്രഹ്മസായുജ്യം കിട്ടുമെന്ന് പറയുന്നതിന് സംശയിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അത്രയും വലിയ സ്പർശനമാണ് നടന്നിരിക്കുന്നത്. 40 സുതൻ പറയുകയാണ്, സുതനാണ്. ഇപ്രകാരം പരീക്ഷിത്ത് രാജാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആശ്ചര്യമായ കഥകൾ കേട്ടിട്ട് അതിൽ ആകൃഷ്ടനായിട്ട് പിന്നെയും അതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. തൃപ്തി വന്നില്ല ഈ കഥ കേട്ടിട്ട്. 41 ഹേ ബ്രഹ്മർഷേ, കുമാരദശയിൽ കൃഷ്ണൻ പ്രവർത്തിച്ചത്, കുമാരദശയിലായിട്ട് കൃഷ്ണൻ പ്രവർത്തിച്ച കാര്യങ്ങൾ കൽപ്പാന്തകാലത്തിൽ പ്രവർത്തിച്ചതായിട്ട് ഗോപന്മാരോട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കും? കുമാരനായിട്ട് ഇരിക്കുന്ന കാലത്ത് ചെയ്ത കാര്യങ്ങളും കൽപ്പാന്തകാലിന് ശേഷം സംഭവിച്ച കാര്യങ്ങളും കൂടി ഇവരോട് പറഞ്ഞു എന്ന് പറഞ്ഞതായിട്ട് ഗോപന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അതൊന്ന് വിസ്തരിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. മഹായോഗിയായ ഗുരു, നിശ്ചയമായും ഇത് ശ്രീഹരിയുടെ മായ തന്നെ, അതൊരു മായ തന്നെയാണെന്നറിയാം, എങ്കിലും അതിനുള്ള കാരണം ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ വേറൊരു കഥയിലേക്ക് പോവുകയാണ്. അത് അടുത്ത അധ്യായത്തിൽ പറയാൻ പോകുന്നതാണ്. ഇപ്പോൾ അവിടെ വ്യക്തത വന്നോളും. ഇത് 43 പറയുകയാണ്, നമ്മൾ ക്ഷത്രിയരെങ്കിലും, ആര്? പരീക്ഷിത്ത് രാജാവ്, ക്ഷത്രിയരെങ്കിലും ലോകത്തിൽ ഏറ്റവും ധന്യരാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ
കൃഷ്ണകഥയെ അങ്ങയിൽ നിന്നും വീണ്ടും വീണ്ടും പാനം ചെയ്യാൻ സാധിക്കാവുന്ന പൊക്കി അടിച്ചു കൊടുത്തതാണ്. കൃഷ്ണകഥ ഇങ്ങനെ കേൾക്കാൻ അങ്ങയിൽ നിന്ന് കേൾക്കാൻ പറ്റിയതുകൊണ്ട്, അതായത് നമ്മൾ ഇത് മറന്നുപോത് ആര് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവിടെ ഒരു സൂതനും ഇരുന്നിട്ടാണ് ഇതെല്ലാം നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. ഇപ്പം 44 സൂതൻ പറയുകയാണ്, വ്യാസപുത്രനായ ശ്രീ ശുഗൻ ഈ വിധം പരീക്ഷത്തിനോട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തെ സ്വന്തം ആത്മാവിനാൽ ചോദിച്ച ശേഷം അദ്ദേഹം ഉള്ളിൽ അതിനെപ്പറ്റി അല്പനേരം ഒന്ന് ചിന്തിച്ചു. പിന്നീട് മെല്ലെ ബാഹ്യജ്ഞാനം ലഭിച്ചവനായിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു. അത് അടുത്ത ആ ചോദ്യത്തിനുള്ള കഥ, ആ കഥയുടെ പിന്നിലുള്ള തത്വം അടുത്തതിൽ പറയുന്നു. അപ്പോൾ ഈ അധ്യായം കഴിഞ്ഞു.